സ്ത്രീത്വം അല്ലെങ്കിൽ പെണ്ണായിരിക്കുക. മലയാളത്തിൽ വേറൊരു വാക്കുണ്ട്, പെണ്ണൊരുമ്പെട്ടാൽ. അത് നെഗറ്റീവും പോസിറ്റീവും ആവാം, പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട്. ഒരുമ്പെട്ടാൽ അത് ആ വാക്കിൻ്റെ ശക്തിയാണ് പ്രകടമാക്കുന്നത്. അവൾ ഒരുങ്ങിയാൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അത് ഏത് സംഗതി അങ്ങനെയാണ്. പെണ്ണ് മാത്രമൊന്നുമല്ല, ആണും അങ്ങനെ തന്നെയാണ്. എല്ലാം പോസിറ്റീവ് ആകണമെന്നില്ല, പോസിറ്റീവ് ആക്കണം. ഇതൊക്കെയാണ് സ്ഥിതിവിശേഷം. ഇവരൊക്കെ ചരിത്രത്തിൽ ഇടം നേടിയവരാണ്. ഝാൻസി റാണി, സ്വാതന്ത്ര്യസമര നായിക. എത്ര പേര് സ്വാതന്ത്ര്യസമര സേനാനികളുടെ പത്നിമാർ. മൗലാന ഹസ്രത്ത് മൊഹാനിയുടെ പത്നി സ്വാതന്ത്ര്യസമരത്തിലേക്ക് എടുത്തു ചാടിയവരാണ്. ഇവരൊന്നും പെണ്ണാകാൻ നടന്നില്ല, അവരൊന്നും പുരുഷൻ്റെ വേഷം തിരഞ്ഞ് നടന്നില്ല. അല്ലെങ്കിൽ വേഷത്തിൽ എന്തിരിക്കണം? ഞാൻ മുണ്ടുടുക്കുന്നു, ഇതാണോ പാൻ്റാണോ മെച്ചം? എനിക്കിഷ്ടം തോന്നുമ്പോൾ ഞാൻ മുണ്ടുടുക്കുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നും പാൻസ് പുറത്ത് പോകുമ്പോൾ, എന്നാൽ എനിക്കിഷ്ടം എൻ്റെ മുണ്ടാണ്, ഇതാണ് സുഖം. നിങ്ങൾ അന്തസ്സുള്ള മക്കനെ അണിഞ്ഞിരിക്കുന്നു, സുഹറത്ത മറ്റു പലരും പർദ്ദ അണിഞ്ഞിരിക്കുന്നു, മാന്യതയുള്ള വസ്ത്രം. ഇതൊക്കെ നോക്കിയിട്ട് ആക്ഷേപിക്കുന്നവരില്ലേ ഇവിടെ? അവരുടെ അജണ്ടയെ തിരിച്ചറിയണം. നിങ്ങളുടെ വേഷത്തിൽ ഇടപെടാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞാനെന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് പറ്റിയതേ കഴിക്കാറുള്ളൂ. നിങ്ങൾ വിചാരിച്ച പലതും ഞാൻ കഴിക്കുന്നുണ്ടാവില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ മാംസം കഴിക്കാറില്ല. അത് തെറ്റായതുകൊണ്ടല്ല, എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചിക്കൻ കഴിക്കാറില്ല, ഞാൻ ബിരിയാണി കഴിക്കാറില്ല, ഞാൻ നെയ്ച്ചോറ് കഴിക്കാറില്ല. മന്തി എന്താണെന്നും കൂടി അറിഞ്ഞുകൂടായിരുന്നു എനിക്ക്. അടുത്ത ദിവസമാണ് ഞാനത് രുചിച്ച് നോക്കിയത്. കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ അതെൻ്റെ ഇഷ്ടമാണ്. അതൊന്നും മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമായിരിക്കും, ടേസ്റ്റ് ഉള്ളവർക്ക്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ ഉമ്മ എനിക്ക് വിളമ്പി തന്ന ഭക്ഷണത്തിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അതേ സംഗതികൾ, അതേ കുറച്ച് പച്ചക്കറി, കുറച്ച് ഇത്തിരി മീനോ. ചിലപ്പോൾ എനിക്കതിനേക്കാൾ രുചികരമായ ഒരു ഭക്ഷണം ഈ ലോകത്ത് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിലയിടത്തൊക്കെ പോയാൽ ഞാൻ ഭക്ഷണം കഴിക്കാതെ മടങ്ങും. ഇതെൻ്റെ ഇഷ്ടമാണ്. ഇറ്റ് ഈസ് മൈ ഫ്രീഡം. അതിലിടപെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എങ്കിൽ നാളെ ആരോ എന്നോട് പറയാൻ നോക്കട്ടെ, നിങ്ങൾക്ക് ഈ വസ്ത്രം വേണ്ട. ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ്. ചിലർ ചില വേഷത്തിന് മുദ്ര കുത്തുന്നു. എന്തൊരു വിഡ്ഢിത്തമാണ്, എന്തൊരു വിവരക്കേടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗത്തിൻ്റെ ഇടയിൽ പലതും ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു, അവിടെ ഒരു ക്രൈസ്തവ ഫാദർ ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഒരു അതിഥി വേദിയിൽ. ഞാൻ പറഞ്ഞു, ഈ ഡ്രസ്സും അറബികളുടെ ഡ്രസ്സും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഇതിലൊന്ന് മോശം മറ്റൊന്ന് മികവുള്ളതാവോ? ഒരേ വസ്ത്രമല്ലേ? എൻ്റെ ബഹുമാനപ്പെട്ട ക്രൈസ്തവ പുരോഹിതന്മാർ അണിയുന്ന ആ കഴുത്ത് മുതൽ താഴേക്ക് എന്ന പോലെ എന്താണ് സുഹറ മമ്പാടിൻ്റെ വേഷവും എൻ്റെ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ സഹോദരിമാരുടെ വേഷവും തമ്മിൽ എന്താ വ്യത്യാസം? എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആക്ഷേപിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, ഒരിക്കൽ. ഇതിനെതിരെ ആക്ഷേപവുമായി വരുന്നവർ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു വ്യത്യാസമില്ല. തല പോലും മറക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ. തല അവർ മാത്രമൊന്നുമല്ല മറക്കുന്നത്. ലോക്സഭയിലുള്ള ഇന്നത്തെ ഭരണകക്ഷിയിൽപ്പെട്ട സ്ത്രീകൾ വരെ തല മറച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇന്ത്യയുടെ ലോക്സഭയിൽ ഇപ്പോഴും അങ്ങനെയാണ് ഉത്തരേന്ത്യൻ രീതി. നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോകും. നിങ്ങൾ മലപ്പുറത്തെ വല്ല വനിതാ ലീഗ് സമ്മേളനത്തിൽ പോയോന്ന്. ഞാൻ ഇന്ത്യയുടെ ലോക്സഭയുടെ കഥയെ പറയണത്. ഇപ്പോഴും തലയിലൂടെ തട്ടിട്ടിരിക്കും. സാരി തലപ്പ് കൊണ്ടായിരിക്കുന്നു മാത്രം, വേറെ തട്ടമല്ല. അപ്പം ഇതിൻ്റെ ഒക്കെ പിന്നിൽ ചിലതിനോടുള്ള വിരോധമല്ലാതെ വളരെ തെറ്റല്ലേ? അതിനിടയിൽ അറിവുള്ള ആളുകൾ പലതും പറയുന്നു. ഈ അടുത്ത കാലത്തെ ഒരു സഹോദരി
സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു മലയാളി സഹോദരി പർദ്ദയണിഞ്ഞു പോയി. വാർത്തക്കാരെ മീഡിയ ഒക്കെ വളരെ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എന്ത് പറ്റി? അവർ പറഞ്ഞു, രൂക്ഷമായ തുറിച്ചുനോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ആ പർദ്ദയിട്ട് പോയത്. രൂക്ഷമായ തുറിച്ചുനോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ആ പർദ്ദ. ഇത് പറഞ്ഞൊരു സിനിമ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി വനിതയാണ്. കേട്ടില്ലേ ലോകം? അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നുമെങ്കിൽ അവരത് അണിയട്ടെ, ആരെമേലും അടിച്ചേൽപ്പിക്കണ്ട. ഇതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിന് വില കൽപ്പിക്കൂ, അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കൂ, ആരും മറ്റുള്ളവരുടെ മേലൊന്നും അടിച്ചേൽപ്പിക്കാതിരിക്കൂ. അതാണ് നമ്മൾ ഊന്നിപ്പറയുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കണം. അത് ജനാധിപത്യമാണ്, മതേതരത്വമാണ്. മതേതരത്വം. അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കൂ. മറ്റുള്ള മതത്തിന് നേരെ കുതിര കയറാതിരിക്കൂ. ആ മതത്തിൽ മാത്രമല്ല, ഞാൻ ആഹാരം പറഞ്ഞു, ഞാൻ വേഷവിധാനം പറഞ്ഞു, ഭാഷയുടെ കാര്യം ഞാൻ പറയാം. എനിക്കിഷ്ടപ്പെട്ട ഭാഷ ഞാൻ പറയും. ഓരോരുത്തരും അവരവരുടെ ഭാഷ പറയട്ടെ. ഭാഷകൾ കൂടുതൽ പഠിക്കാനോ സംസാരിക്കാനോ കഴിയുന്നവർ അങ്ങനെ ചെയ്യട്ടെ. മലയാളം നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭാഷയാണ് എന്ന് വെച്ച് മറ്റ് ഭാഷകൾ വെറുക്കാനാവോ? ഇംഗ്ലീഷില്ലാതെ ജീവിക്കാനാവോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഇംഗ്ലീഷിനെ വെറുക്കാനാവോ? ഈ മൈക്കിൻ്റെ പേരെന്താ? മൈക്ക് ഇംഗ്ലീഷാണ്. അതിൻ്റെ മലയാളം എന്താ? ഉച്ചഭാഷിണി എന്ന് പറയുകയാണെങ്കിൽ ആ കാഹളായിരിക്കും. ഇതിൻ്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉച്ചഭാഷണി ലൗഡ് സ്പീക്കറാണ്. ഇതിൻ്റെ പേരെന്താ? അപ്പോൾ നമ്മളൊക്കെ ഓരോ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊരു നേതാവ് പ്രസംഗിച്ചു. നേതാവല്ല, കേന്ദ്രം ഭരിക്കുന്നൊരു മന്ത്രി ഇംഗ്ലീഷ് പറയുന്നവരെ വെറുക്കുന്നൊരു കാലം വരും ഇന്ത്യയിൽ നിന്ന്. നോക്കൂ നിങ്ങൾ, എന്തിനാ അത് വെറുക്കണത്? അങ്ങനൊരു കാലം വരില്ല. വെറുതെ പറയാ, വെറുതെ പൂതി വെക്കുകയാണ്. ഇംഗ്ലീഷിനെ വെറുത്താൽ കുളത്തോട് ദേഷ്യം പിടിച്ച് കുളിക്കാത്തവൻ്റെ ഗതി വരും. അത്രേ വരൂ. ഇംഗ്ലീഷ് വലിയ കേമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ മാതൃഭാഷയുടെ ആളാണ്, ഞാൻ ഇംഗ്ലീഷിൻ്റെ ആളൊന്നുമല്ല. എനിക്ക് ചിലയിടത്ത് ഇംഗ്ലീഷ് പറയുന്നവരോട് പുച്ഛമാണ്. വീട്ടിൽ കയറിയിട്ട് മക്കളോട് ഇംഗ്ലീഷ് പറയുന്നവർ എനിക്ക് പുച്ഛമാണ്. സ്വന്തം വീട്ടിൽ ഞാൻ ഇംഗ്ലീഷ് ഒരു അക്ഷരം പറയില്ല. ഇല്ല, ഞാൻ എൻ്റെ മക്കളോട് ഇംഗ്ലീഷ് പറയില്ല, അവരെന്നോടും ഇംഗ്ലീഷ് പറയില്ല. അവർ പഠിപ്പുള്ളവരായാലും എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാലും. കാരണം അത് ഞങ്ങളുടെ പരസ്പര ബന്ധത്തെ വരെ ബാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഭാഷയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുട്ടികൾ മലയാളത്തിന് പകരം എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്നതോടുകൂടി ഞങ്ങളുടെ ബന്ധത്തിന് എന്തോ തകരാറ് സംഭവിച്ചു പോകും. ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു പിതാവ് തൻ്റെ മകനെ ചൂണ്ടിയിട്ട് ഞാൻ ആ മകനുമായിട്ട് വർത്തമാനം പറയാൻ തുനിയുമ്പോൾ, സമദാനി സാഹിബേ, നിങ്ങൾ അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവന് ഇംഗ്ലീഷ് അറിയുള്ളൂ, അവന് മലയാളം അറിയില്ല. ഞാൻ അയാളോട് പറഞ്ഞു, പിന്നെ അവന് തീരെ മലയാളം അറിയില്ലെങ്കിൽ നാളെ നിങ്ങളെയും അറിയാത്തവനായിട്ട് അവൻ മാറും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. മാതൃഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. മാതൃഭാഷ വല്ലാത്തൊരു സംഗതിയാണ്. അതായിട്ട് കളിക്കാൻ നിൽക്കരുത്. അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. നിങ്ങൾ ഭാഷ മാറിയാന്ന് വിചാരിച്ച് ഭാഷ മാത്രമല്ല മാറുക. അമ്മേ, മാ, ഇതിനൊക്കെ നിങ്ങൾ ഭാഷ മാറ്റിയാൽ വലിയ അപകടമാണ്. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ പൊന്നു മോനെ, ഇതിനൊന്നും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. പൂതി വെക്കണ്ട നിങ്ങൾക്ക്. എൻ്റെ പൊന്നു മോനെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം മറിച്ച് ചോദിക്കുന്നു. മൈക്ക്, ഇതിൻ്റെ മലയാളം എന്താ? അപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ മലയാളം എന്താ മോശമെന്ന്? എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കണം, എൻ്റെ പൊന്നു മോനെ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? മൈ ഗോൾഡൻ സണ്ണോ?
അതിന് ഇംഗ്ലീഷ് ഇല്ല. അത് അമ്മയുടെ വികാരമാണ്, അത് മാതാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിളിയാണ്. ഒരു ഭാഷയും വെറുക്കണ്ട, പക്ഷേ മാതൃഭാഷയെ കാണേണ്ട പോലെ കാണണം. ഒന്നിനോടും വെറുപ്പരുത്. എല്ലാറ്റിനെയും അംഗീകരിക്കുന്നതിൻ്റെ പേരാണ് ജനാധിപത്യം, ബഹുസ്വരത, മൈത്രി. ഇതൊക്കെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രീതി. മുസ്ലിം ലീഗ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. പക്ഷേ ലീഗ് ഒരു വർഗീയമായി ചിന്തിച്ചതോ, ഒരു വർഗീയമായി സംസാരിച്ചതോ, ഒരു വർഗീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടവരുത്തിയതോ, ലീഗ് എവിടെയെങ്കിലും പോയി ആളുകൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കുന്ന എന്തെങ്കിലും നടപടിയിൽ ഏർപ്പെട്ടതോ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ തെളിയിക്കാനേ കഴിയില്ല. മറിച്ചുള്ളത് ഇഷ്ടം പോലെ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലീഗ് സൗഹൃദമാണ്, ലീഗ് മൈത്രിയാണ്, ലീഗ് മതേതരത്വമാണ്, ലീഗ് കലഹം തീർക്കുന്ന പാർട്ടിയാണ്, ലീഗ് അമ്പലത്തിന് പോലും സുരക്ഷ കൊടുക്കേണ്ട ഘട്ടത്തിൽ കൊടുത്ത പാർട്ടിയാണ്. അതാ പറഞ്ഞുകൊണ്ടേയിരിക്കണേ. ലീഗ് അല്ലാത്തവർ എത്രയോ പറയണം. അങ്ങനെയാണ് വേണ്ടത്. കലഹങ്ങളും വക്കാണങ്ങളും ഉള്ളതല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, അങ്ങനെ നീട്ടി പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. നേതാക്കളുടെ ഒരു നിരയുണ്ട്, വനിതാ ലീഗിൻ്റെ നേതാക്കൾ തന്നെയുണ്ട്. അവരിൽ നിന്നും നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ വളരെ ജിജ്ഞാസാഭരിതരാണ് എന്നെനിക്കറിയാം. അവരാണ് പറയേണ്ടത്, എന്നെപ്പോലുള്ള ഒരാൾ മാത്രമല്ല. സുഹറ മമ്പാടുണ്ട്, ജയന്തിയുണ്ട്, മറ്റു നേതാക്കളുണ്ട്, മരക്കാർ മൗലവി സാഹിബുണ്ട്, ജില്ലാ ലീഗ് പ്രസിഡന്റ് തന്നെ വലിയൊരു വാഗ്മിയായിട്ടുള്ള സ്ഥലമാണ് പാലക്കാട് ജില്ല. അദ്ദേഹത്തിന് തന്നെ ഒരു സദസ്സിനോട് മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെപ്പോലെ ഒരാൾ ദീർഘിച്ച് സംസാരിക്കുന്നത് അനുചിതമാണ്. എനിക്ക് മനസ്സിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ശ്രമിച്ചു. ഈ കാലഘട്ടത്തിലും നന്മയുടെ ദീപമാവുക, ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട്. സമൂഹത്തോട്, രാജ്യത്തോട്, സമുദായത്തോട് ഒക്കെ വലിയ കടമകളുണ്ട്. കാലം വളരെ ആപൽക്കരമാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ വക്താക്കളാവുക. നിങ്ങളുടെ മക്കളെ റാഞ്ചിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനെതിരെ കുട്ടിയാളപ്പിടുത്തക്കാർ വരുന്നുണ്ട്. പണ്ട് കുട്ടിയാളപ്പിടുത്തക്കാർ ചാക്കുമായിട്ടാണ് വന്നിരുന്നത്. ഇന്ന് കുട്ടിയാളപ്പിടുത്തക്കാർ അവരുടെ തലച്ചോറ് പിടിക്കാൻ വരികയാണ്. തലച്ചോറിലേക്ക് വേണ്ടാത്തത് കുത്തിച്ചെലുത്തിയാൽ മതി, പിടിക്കണ്ട, അവരാളായിക്കോളും. അല്ലാതെ തന്നെ കുട്ടികളെ പിടിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു വീട്ടുകാർ അവിടെ വന്നിട്ട് വലിയ വേദനയോടെ പറഞ്ഞു, ഞങ്ങളെ കുട്ടിയെ കാണാനില്ല. ഞാൻ മലപ്പുറത്തുനിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു ഘട്ടത്തിലാണ്, കുറച്ച് 2-3 വർഷം മുമ്പാണ്. അപ്പം നമ്മളൊക്കെ അതിൽ ഇടപെട്ടു, പോലീസായിട്ട് സംസാരിച്ചു, ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞു, ഈ കുട്ടി വീട്ടിൽ ഒതുങ്ങിയിരുന്ന കുട്ടിയാണ്. പക്ഷെ ഒരു ദിവസം ഇറങ്ങി അങ്ങ് പോയി. എങ്ങോട്ടാ പോയി എന്നറിയില്ല, അവൻ്റെ കയ്യിൽ കാശുണ്ടോ എന്നറിയില്ല, അവനെങ്ങനെ കഴിയാമെന്നറിയില്ല. വീട്ടുകാർക്ക് പിന്നെ ഇനി വേറെ വല്ലതും വേണോ ബേജാറാവാൻ? അവർ വളരെ വേദനയോടുകൂടി കുട്ടി പോയ കഥ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു, ഒരാളുണ്ട് കുട്ടിയുടെ കൂടെ, ആരോ ഒരാളുണ്ട്. സകല റെയിൽവേ സ്റ്റേഷനിലും പോലീസ് അലർട്ട് നടപ്പിലാക്കി. അപ്പോൾ ഈ പാലക്കാടോ ഷൊർണൂരോ കൃത്യമായ സ്റ്റേഷൻ എനിക്ക് ഓർമ്മയില്ല, ഷൊർണൂരാണെന്ന് എൻ്റെ ഓർമ്മ. ആ മുമ്പിലുള്ള ആൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ട്. ഒരാളാണ്ട് വരികയാണ്ട് പോവാണ്, കുട്ടിയാണ്ട് കൊണ്ടുപോവാണ്.
അവസാനം കുട്ടിയെ പിടിച്ചു അത്ഭുതകരമായിട്ട് ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറയിൽ നിന്ന് കുട്ടിയെ പിടിച്ചു. ഇന്നും കുട്ടിയെ തിരിച്ചു കിട്ടിയിട്ടും ആ ഒരു വിഷയം അവശേഷിക്കുന്നു. ആരായിരുന്നു ആ അപരൻ? ആരാണ് ആ അജ്ഞാതൻ? അങ്ങനെ ഒരാൾ പറയുമ്പോഴേക്ക് ഇറങ്ങിപ്പോകാൻ മാത്രം അവനും ഈ കുട്ടിയും തമ്മിൽ എന്ത് ബന്ധം? അതാ ഞാൻ പറഞ്ഞത്, കുട്ടിയാളെ പിടുത്തക്കാർ. ഇനി വേറൊരു പിടുത്തുണ്ട്, വന്ന് കൊണ്ടുപോകൊന്നും വേണ്ട. അവൻ്റെ തലച്ചോറ് കൊണ്ടുപോയി, അവൻ്റെ ഹൃദയം കൊണ്ടുപോയി, അവൻ്റെ വികാരങ്ങളും കൊണ്ടുപോയി. വികാരങ്ങളും കൊണ്ടുപോകും. ഭാര്യ പോലും വേറെ പണി നോക്കും. കാരണം ഒരു മയക്കുമരുന്ന് അഡിക്റ്റിന് ഒരു ഇമോഷൻസും കാണില്ല. യെസ്, ഇതൊക്കെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലാതെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല. ഒരു വികാരം കാണില്ല. അവനിങ്ങനെ ഇരിക്കും, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ദൃഢം. അങ്ങനെ മനുഷ്യനെ തകർക്കാനുള്ള പൈശാചികതയാണ് ഇന്ന് നടക്കുന്നത്. ആണിൻ്റെ ആണത്വം ചോർത്തിയെടുക്കുക, പെണ്ണിൻ്റെ പെണ്ണത്വം ചോർത്തിയെടുക്കുക, സ്ത്രീയുടെ സ്ത്രീത്വം ചോർത്തിയെടുക്കുക. ഇപ്പം സ്ത്രീക്ക് നാണം വേണം. ഇതെന്തത്ര മോശമുള്ള കാര്യമാണ്? എനിക്കെത്രയായിട്ട് മനസ്സിലാകുന്നില്ല. എൻ്റെ അഭിപ്രായം പുരുഷന് നാണം വേണമെന്നാണ്. എന്നാൽ തർക്കമില്ലല്ലോ, എല്ലാ തർക്കവും ഞാൻ അവസാനിപ്പിച്ചു തരാം. ഒരു ലജ്ജയില്ലാത്ത പുരുഷൻ എന്തിനുള്ളൂ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ? നാണം കെട്ടവൻ എന്ന് ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്, മലയാളി പണ്ടുണ്ടാക്കിയതല്ലേ. നാണം കെട്ടവൻ അത് പുരുഷനും ആവശ്യമല്ലേ? സംസ്കാരത്തിൻ്റെ അടയാളമല്ലേ ലജ്ജ? ഇപ്പം നമ്മൾ ചിലയിടത്ത് കാണാം, ഒന്നിച്ചിരിക്കുന്നിടത്ത് ചിലർ തമാശ പറയും. അത് അസഭ്യമായിരിക്കും ആ തമാശ. എനിക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത മനം പുരട്ടും. തമാശ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയതാവണം. പ്രത്യേകിച്ച് മാതാപിതാക്കളോ മക്കളോ ഒക്കെ ഉള്ളിടത്തുനിന്ന് വൾഗറായ സംഗതി പറഞ്ഞിട്ട് അത് വിറ്റാന്ന് വിചാരിക്കുന്ന വിവരം കെട്ടവർ. വൾഗാരിറ്റി വല്ലാത്തൊരു ഇടങ്ങറാണ് അത്തരം ആളുകളുടെ കമ്പനിയും കൂട്ടുകെട്ടും. ഞാൻ രാഷ്ട്രീയത്തിലും കണ്ടിട്ടുണ്ട് അങ്ങനെ ചിലരെ. ഒരു വലിയ കാര്യമായിട്ട് തമാശ പറയാം, തമാശ പറയാൻ നാവെടുത്താൽ വൃത്തിയോടെ പറയും. ഞാൻ മെല്ലെ അവിടുന്ന് മാറും. ഇതെനിക്കെങ്ങനെ ഉണ്ടായതാ? എനിക്ക് ചെറുപ്പം മുതൽ എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച നാണമാണ്. ലജ്ജ ആണുങ്ങൾക്കും വേണ്ടേ? സ്ത്രീക്ക് മതിയോ? ലജ്ജയില്ലാത്ത പുരുഷൻ എത്ര വലിയ ഭാരമാണോ അതിനേക്കാൾ ഭാരമായിരിക്കും ലജ്ജയില്ലാത്ത സ്ത്രീ. സ്വാഭാവികം. പണ്ടൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ വീട്ടിൽ മുഴുവൻ കരച്ചിലായിരുന്നു. അതോ അവരൊക്കെ മോശക്കാരാ? എൻ്റെ പെങ്ങന്മാർ 4 പെങ്ങന്മാരെ കെട്ടിച്ച്, 4 പെങ്ങന്മാരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടിൽ വലിയ കരച്ചിൽ കണ്ട വളർന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അവരോ എൻ്റെ നാട്ടുകാരോ എൻ്റെ ഉപ്പയോ ഉമ്മയോ മോശക്കാരായിട്ടില്ല. അത് മഹാമാതൃകയായിട്ടാണ്. അവരെന്താ മോശപ്പെട്ട സ്ഥലത്തേക്ക് പോണതുകൊണ്ടാണോ കരയണത്? ഒരിക്കലല്ല. അത് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അവർ വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ പറിച്ചു നടുകയാണ്. അവൾ പുതിയ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ ഉപ്പ വേറെയാണ്, അച്ഛൻ വേറെയാണ്. ഇനി മുതൽ പുതിയ ഒരാളെ അച്ഛാ, ഉപ്പ, അമ്മേ, ഉമ്മ, ആ പരിഗണന ഈ വീട്ടിൽ കിട്ടിയ പോലെ എൻ്റെ കുട്ടിക്ക് അവിടെയും കിട്ടുമോ? പെമ്മക്കളെ കെട്ടിച്ചയക്കുന്നവരുടെ മനസ്സ്, ഇതൊക്കെ മനുഷ്യർക്കുള്ളതല്ലേ? ഇതൊക്കെ മാനുഷിക വികാരങ്ങളല്ലേ? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഹിന്ദി സിനിമയിൽ റഫി സാഹിബിനെ പോലുള്ള വലിയ ഗായകർ പാടിയ പല പാട്ടും പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ യാത്ര അയക്കുന്ന പാട്ടാണ്. ഞാൻ ആ കുട്ടി കരയുന്നതിൽ ഒരു വിഷമം എനിക്ക് തോന്നില്ല. കാരണം ആ കുട്ടിയുടെ മാതാവിനെ വിഷമിക്കും. അപ്പം ആ കുട്ടിയേക്കാളും വിഷമിക്കുന്നത് ആ മാതാവാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, കുട്ടി കരഞ്ഞോട്ടെ, നിങ്ങളതിൽ വിഷമിക്കണ്ട. കുട്ടി കരഞ്ഞതിനാൽ നിസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ച പുണ്യ റസൂലിനെ ഞാൻ ഓർക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു ദിവസം നിസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചു. ഇതൊക്കെയാണ് ലോകകാരുണ്യം. ഇന്നെന്തരെ പെട്ടെന്ന് നിസ്കാരം നിർത്തി എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഒരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേട്ടു, അവരുടെ മാതാവിന് വിഷമമാകാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിച്ചു. മസ്ജിദിൽ അപ്പുറത്ത് അവർ നിസ്കരിക്കണ്ടേ? ഇതൊക്കെ കണ്ട നഗരിയുടെ പേരാണ് മദീന. അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ആ കൾച്ചർ ഉണ്ടായത്. കൾച്ചർ ഇങ്ങനെയൊക്കെയാണ് വളരേണ്ടത്. ആ മാതാവിനെ തിരിച്ചറിയാൻ കഴിയണം. വിമാനത്തിൽ എന്തുകൊണ്ടാണ് എയർ ഹോസ്റ്റസ് പെണ്ണുങ്ങളാക്കിയത്? എനിക്ക് ചെറുപ്പത്തിൽ വെറുതെ തോന്നലുണ്ടായിരുന്നു. വിമാനത്തിൽ കയറി പോകുമ്പോൾ ഈ ആളുകാർ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. എന്തോ ആകാശപ്പറവ, ഒരു പറവിയില്ല. അവർ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ്. അവർ പലരുമായിട്ടും എന്നോട് ദീർഘമായി സംസാരിക്കാറുള്ള എയർ ഹോസ്റ്റസുമാരുണ്ട് സ്ഥിരമായി യാത്ര ചെയ്യുമ്പോൾ. എനിക്ക് ചിലരൊക്കെ വളരെ അടുത്തറിയുന്നവരുണ്ട്. അവരെല്ലാം കഥയും പറയും നമ്മളോട്, അവരുടെ കുടുംബകഥകൾ. ഭക്ഷണം വീട്ടിൽ നിന്ന് ടിഫിൻ പാത്രത്തിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. എന്താണെന്ന് ചോദിക്കും, ഇതിലെല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിട്ട്. എന്നോടൊരു എയർ ഹോസ്റ്റസ്, സാർ ഇതിനകത്ത് നിന്നുള്ള കഴിച്ചാൽ പെട്ടെന്ന് അസിഡിറ്റി വരും, നമുക്ക് ഇതിൽ പെട്ടെന്ന് സൂക്ഷിക്കുന്ന ഭക്ഷണമാണ്, നമ്മളിത് കഴിക്കാറില്ല. പിന്നെ കുടുംബവേദന പറയും. ഭർത്താവ് ഒരു ദിക്കിൽ, കല്യാണം അനുവദിച്ചിരുന്നില്ല എയർ ഹോസ്റ്റസ്മാർക്ക് കുറേ കാലം. ഇതൊക്കെയാണ് വലിയ പുരോഗമനം. വിവാഹത്തിന് നിരോധനമായിരുന്നു, ഇപ്പോൾ അടുത്താണ് അനുവാദം കിട്ടിയത്. എന്തൊരു തെറ്റാണത്. ഒരു ജോലിയുടെ പേരിൽ ഒരു കുടുംബജീവിതം തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് ആരധികാരം നൽകി? ഏത് നിയമാത്? എവിടുത്തെ നിയമാത്? ഒരു സ്ത്രീക്ക് അമ്മയാകാനുള്ള, ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങുകയാണ്. ഞാൻ തുടങ്ങിയത് മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാതാവിനെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതെന്തിനാണ് ഈ പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്ക് പറ്റൂല ഈ പണി? ഒരു ദിവസം വിമാനം പൊങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ കുട്ടികൾ കരയും. ചിലപ്പോൾ ചെകിട് വേദനയാവും, പ്രഷറുണ്ട്, കാത് വേദനിക്കും. അങ്ങനെ ഒരു കുട്ടി വാവിട്ട് കരയാണ്. അതിൻ്റെ മാതാവ് കിടന്ന് കഷ്ടപ്പെടുകയാണ്. മാതാവിന് രണ്ടിടങ്ങറാണ്. ഒന്ന് കുട്ടിയെ സമാധാനപ്പെടുത്തണം, ഒന്ന് മറ്റുള്ള യാത്രക്കാർക്കൊക്കെ എന്താ തോന്നുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഒരമ്മ, ഒരു ഉമ്മ, ആരാകട്ടെ രണ്ടും ഒന്നാണ്. ഉമ്മ ചുണ്ട് കൂട്ടണം, അമ്മ ചുണ്ട് കൂട്ടണം. മദർ ഇംഗ്ലീഷിൽ ചുണ്ട് കൂട്ടണം, ഉമ്മുൻ അറബിയിൽ ചുണ്ട് കൂട്ടണം. ഉമ്മുൻ ചുണ്ട് കൂട്ടണം. അമ്മ മലയാളത്തിൽ ചുണ്ട് കൂട്ടണം. മദർ ഇംഗ്ലീഷിൽ ചുണ്ട് കൂട്ടണം. സംസ്കൃതത്തിൽ മാതൃ ചുണ്ട് കൂട്ടണം. എനിക്കിത്രേ അറിയൂ. എല്ലാ ഭാഷയിലും അതൊന്നാണ്. ഞാൻ പഠിച്ച ഭാഷയിലൊക്കെ അതൊന്നാണ്. ഇറ്റ് ഈസ് ദ സെയിം, ഇറ്റ് ഈസ് വൺ ആൻഡ് ദി സെയിം. ഗർഭാശയം ഒന്നാണ്. നിങ്ങളൊക്കെ നിങ്ങളെ അമ്മാനെ ഓർക്കുണ്ടാവും. ഇപ്പോൾ ഞാൻ നിങ്ങളെല്ലാം കാണുന്നത്, ഇപ്പോൾ നിങ്ങളെ മാതാക്കളെയാണ് കാണുന്നത്. യെസ്, ഞങ്ങളെ കാണുന്നേ ഇല്ല. ഞങ്ങളെ പെറ്റു വളർത്തിയ മാതാവിനെ മാത്രമേ കാണുന്നുള്ളൂ. അവരൊക്കെ എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ ചുറ്റുവട്ടത്ത് നിറഞ്ഞു നിൽക്കേണ്ടവർ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞപ്പോൾ അതിൻ്റെ മാതാവ് വിഷമിക്കുമ്പോൾ ഒരു എയർ ഹോസ്റ്റസ് പെൺകുട്ടി എന്ത് ചെയ്തെന്നറിയോ? ഓടി അങ്ങ് ചെന്നിട്ട് കുട്ടിയെ വാരി എടുത്തിട്ട് ഒരൊറ്റ ഓട്ടം, അതിനെ ആശ്വസിപ്പിച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പണി പെണ്ണുങ്ങൾക്കാണ് പറ്റുക, ഇതാണിനെ കൊണ്ട് കഴിയില്ല. ഇത് രണ്ടും രണ്ടാണ്. നിങ്ങൾ ഒന്നാക്കാൻ നോക്കണ്ട. യു കാൺട്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം ആർജിക്കാൻ കഴിയട്ടെ. പ്രബുദ്ധ രാഷ്ട്രീയം അത് നിങ്ങൾ പരിശീലിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ടാവണം. ഞാൻ ഡിഗ്രിയെക്കുറിച്ചല്ല പറയണത്. ഡിഗ്രി മാർക്കൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഞാൻ ഇപ്പോൾ ഈ മാർക്ക് കിട്ടിയവരെ ആദരിക്കുന്ന ചടങ്ങിലേ പോകാറില്ല. എനിക്ക് സമയമില്ല, താല്പര്യമില്ല. A+കാർ ആദരിക്കുന്നൊരു ചടങ്ങിലും ഞാൻ പോകാറില്ല. കഴിയുന്നിടത്തോളം ഈ കൊല്ലം ഞാൻ പരമാവധി ഒഴിവാക്കി. എന്തിനാ പോണത്? കോഴിക്കോട് ജില്ലയിലൊരു സഹപാഠിയെ കൂടെ പഠിക്കുന്നവർ കുത്തിക്കൊന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ളോ? അപ്പം അടി ഇടി കൊല, സ്കൂളിൽ തല്ല്, സിനിമയിൽ ഇറച്ചിവെട്ട്. സിനിമ ഇറച്ചിവെട്ടാണ്, വയലൻസ്. പണ്ടൊക്കെ സിനിമയിൽ അക്രമം നിറഞ്ഞ അങ്ങനെ ഒരു തോക്കോ റൈഫിളോ ഉണ്ടാവുള്ളൂ. ഇന്നിങ്ങനെ ഇറച്ചി വെട്ടുകയാണ്. പിന്നെ മയക്കുമരുന്നു. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ ഈ കൊല്ലപ്പെട്ട കുട്ടിയെ കൊന്നവരുടെയൊക്കെ റിസൾട്ട് വന്നു, പരീക്ഷാ റിസൾട്ട്. എല്ലാവർക്കും A+ ആണ്. അപ്പം എൻ്റെ തീസീസാണ് അതിൽ ഉറപ്പായത്. മാർക്ക് കൊണ്ട് രക്ഷയില്ല. വിദ്യാഭ്യാസം ചെയ്യുമെന്ന് പറയേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ 40 കൊല്ലം മുമ്പ് 50 കൊല്ലം മുമ്പ് CH CD സാഹിബ് പ്രസംഗിച്ച മാതിരി ഞാൻ പ്രസംഗിക്കാറില്ല. അത് CHൻ്റെ കാലഘട്ടം ഒന്നും അല്ലതെന്ന് എനിക്ക് മനസ്സിലാവില്ലേ? അവരൊരു പഠിപ്പുള്ളവനെ കാണാൻ കൊതിച്ചു. ഇന്ന് പഠിപ്പുള്ളവരിൽ മനുഷ്യരെ കാണാൻ കൊതിക്കേണ്ട കാലമാണ്. മനുഷ്യരെ കാണണം, മനുഷ്യർ. അതുകൊണ്ട് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാൻ നല്ലത് ആ ഒരു സംഭവമാണ്. ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചൊരു മകൻ നാട്ടിലെത്തി ഒരു കത്തി വാങ്ങി മൂർച്ചുണ്ടോന്നൊക്കെ പരിശോധിച്ചു. മാതാവിനെ കൊന്നു. ഇത് പച്ചക്കറി വെട്ടാനല്ല മൂർച്ച പരിശോധിക്കുന്നത്, മീൻ മുറിക്കാനുമല്ല. 9.5 മാസത്തെ ഗർഭം മലമൂത്രത്തിൽ കിടന്ന വളർച്ച കൊന്നു. കൊന്നിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അവൻ പറഞ്ഞു, ഞാനന്ന് ഖത്തറിലാണ്, ഞാൻ ഒരിക്കലും മറക്കൂലത്. ഞാൻ നമ്മുടെ നടൻ സലീം കുമാറിൻ്റെ കൂടെ ഒരു പരിപാടി പങ്കെടുക്കാൻ പോയതാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സംഭാഷണമായിരുന്നു ആ പരിപാടി. ഒരു സ്റ്റേജിൽ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെപ്പറ്റിയുള്ള ഞങ്ങളുടെ ഒരു സംവാദം. 1.5 മണിക്കൂർ പ്ലാൻ ചെയ്ത ആ പരിപാടി 3 മണിക്കൂർ പോയി. അത് കഴിഞ്ഞ് ഇറങ്ങി ഞാൻ ഈ വാർത്ത കേട്ടു. ആലോചിച്ചിരിക്കുകയായിരുന്നു. മാതാവിനെ മകൻ കൊന്നു, കത്തി കൊണ്ട് കുത്തി കൊന്നു. ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കൊല്ലം കളഞ്ഞ മകനാണ് ഞാൻ. എന്നെ കുറച്ച് ദൂരമുള്ള സ്കൂളിൽ കൊണ്ടേ ഉപ്പ ചേർത്തി. എനിക്കെപ്പോഴും ഉമ്മയെ കാണണം. ഞാൻ സ്കൂളിൽ നിന്ന് ചാടിപ്പോരും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടമുള്ളൊരു കാലമാണത്. ഒരു സലാമാഷുണ്ട് ഇവിടെ. പൊന്നാനി മണ്ഡലത്തിലെ ഒരു സ്കൂളിലായിരുന്നു എന്നെ കൊണ്ടേ ചേർത്തത്. ആ സ്കൂളിൽ നടത്തിയ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചു. അവർ വിചാരിച്ചു ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നു. ഞാൻ എന്തോ പറഞ്ഞ് ഒഴിവായി. എനിക്കുടനെ ആ സ്കൂളിലെ മുറ്റം ഓർമ്മ വന്നു, എൻ്റെ ഉമ്മയെ ഓർമ്മ വന്നു. ഉമ്മയെ കാണാൻ വേണ്ടി ഞാൻ ചാടിപ്പോന്നിരുന്ന സ്കൂളാണത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാടിപ്പോരും. അങ്ങനെ ഞാൻ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഉമ്മ സങ്കടപ്പെടും. ഉപ്പ പഠിക്കാൻ പറഞ്ഞയച്ചിടത്തുനിന്നാണ് എൻ്റെ വരവ്. അങ്ങനെ ഒരു കൊല്ലം പോയി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭമാണത്. കോളേജ് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ സ്കൂളിൽ വന്നിട്ട് ഉമ്മയുടെ വയറ്റത്തൂടെ കൈയിട്ട് കിടക്കും. കുറച്ച് നേരം ആദ്യം ചെയ്യുന്ന പണി അതാണ്. കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് ശനി ഞായർ അവധിക്ക് വന്നാൽ ആദ്യം ഉമ്മയുടെ അടുത്ത് പോയിട്ട് അല്പം കിടക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് ഈ മകൻ മാതാവിനെ കൊന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ നടുക്കുന്ന മറ്റൊരു വർത്തമാനം വന്നു. ഇവൻ കൊന്ന ശേഷം പോലീസിനോട് പറഞ്ഞത്, അവൻ പറഞ്ഞു, എന്നെ ഗർഭം ചുമന്നതിനും എന്നെ ജനിപ്പിച്ചതിനുമുള്ള ഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നെ ഗർഭം ചുമന്നതിനും എന്നെ പെറ്റ് വളർത്തിയതിനുള്ളത് ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നു. ഇതാണ് പുതിയ കാലം.
ഇത് അഭിശപ്ത കാലം. ആ കാലത്തും നിങ്ങൾ നിങ്ങളുടെ സംസ്കാര ദീപം നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്വലിപ്പിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്